വിദേശികൾക്ക് ഇന്ത്യൻ ഭക്ഷണത്തോടുള്ള പ്രണയം വെറുമൊരു കൗതുകമല്ല, മറിച്ച് അതൊരു വലിയ അതിജീവനത്തിന്റെ കഥ കൂടിയാണ്. എരിവും മസാലയും നിറഞ്ഞ നമ്മുടെ വിഭവങ്ങൾ ആദ്യമായി രുചിക്കുമ്പോൾ പല വിദേശികളുടെയും കണ്ണു നിറയാറുണ്ട്, വായ പൊള്ളാറുണ്ട്. എന്നാൽ പീറ്റർ ക്രിസ്റ്റൻസൺ എന്ന ഡാനിഷ് യുവാവിന്റെ അനുഭവം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തവും രസകരവുമാണ്. ബംഗളൂരുവിലെ ഡെൻമാർക്ക് കോൺസുലേറ്റിൽ 6 മാസത്തേക്ക് ഇന്റേൺഷിപ്പിനായി എത്തിയ പീറ്റർ ഒരു വിദേശിയായി വന്ന് ഒരു പക്ക ഇന്ത്യക്കാരനായി മടങ്ങുന്ന കാഴ്ചയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായ വീഡിയോ പങ്കുവെക്കുന്നത്. ഇന്ത്യൻ സംസ്കാരം പോലെ തന്നെ വൈവിധ്യമാർന്നതാണ് ഇവിടുത്തെ ഭക്ഷണ രീതികളും. വടക്കേ ഇന്ത്യയിലെ മസാലക്കൂട്ടുകൾ മുതൽ തെക്കേ ഇന്ത്യയിലെ തേങ്ങയും കറിവേപ്പിലയും ചേർത്ത എരിവുള്ള വിഭവങ്ങൾ വരെ ഏതൊരു വിദേശിയെയും ആദ്യമൊന്ന് ഭയപ്പെടുത്തും. ഇന്ത്യൻ ഭക്ഷണം ഭയങ്കര സ്പൈസിയാണ് എന്ന് സ്ഥിരം പരാതിയുമായാണ് ഭൂരിഭാഗം വിദേശികളും ഇവിടെ എത്തുന്നത്. പീറ്റർ ക്രിസ്റ്റൻസൺ ഇതിൽ നിന്നും വ്യത്യസ്തനായിരുന്നില്ല. ബംഗളൂരുവിലെത്തിയ ആദ്യ ദിവസങ്ങളിൽ പീറ്റർ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ഭക്ഷണമായിരുന്നു. വീഡിയോയുടെ തുടക്കത്തിൽ ഒരു കഫേയിൽ ഇരുന്ന് മസാല ദോശ കഴിക്കാൻ ശ്രമിക്കുന്ന പീറ്ററെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു സാധാരണ യൂറോപ്യൻ ശൈലിയിൽ സ്പൂണും ഫോർക്കും ഉപയോഗിച്ചാണ് അദ്ദേഹം ദോശ കഴിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ദോശയുടെ ആ മൊരിഞ്ഞ ഭാഗം സ്പൂൺ കൊണ്ട് മുറിച്ചെടുക്കാൻ അദ്ദേഹം പാടുപെടുന്നുണ്ട്. അതിനേക്കാൾ കഷ്ടമായിരുന്നു അതിലെ എരിവ്. ദോശയ്ക്കൊപ്പമുള്ള ചട്നിയും സാമ്പാറും രുചിക്കുമ്പോൾ പീറ്ററിന്റെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ ഏതൊരു ഇന്ത്യക്കാരനെയും ചിരിപ്പിക്കും. ഇത്രയും എരിവോ എന്ന് ചോദിക്കുന്ന ആ മുഖഭാവം വിദേശികൾക്ക് ഇന്ത്യൻ മസാലകളോടുള്ള ആദ്യ പ്രതികരണത്തിന്റെ നേർചിത്രമാണ്. മസാല ദോശ എന്ന് കൃത്യമായി ഉച്ചരിക്കാൻ പോലും അന്ന് അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. കാലം കടന്നുപോയി. പീറ്റർ ബംഗളൂരുവിലെ തിരക്കുകളിലേക്കും അവിടുത്തെ തെരുവുകളിലെ മസാല ഗന്ധത്തിലേക്കും പതുക്കെ അലിഞ്ഞു ചേർന്നു. 6 മാസത്തിന് ശേഷം പീറ്ററിനെ വീണ്ടും കാണുമ്പോൾ നമ്മൾ അതിശയിച്ചു പോകും. സ്പൂണും ഫോർക്കും പണ്ടേ ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹം ദോശ കഴിക്കുന്നത് ഒരു ശരാശരി ഇന്ത്യക്കാരനെ പോലെ കൈകൾ ഉപയോഗിച്ചാണ്. വിരലുകൾ കൊണ്ട് ദോശ മുറിച്ചെടുക്കുന്നതിലും അത് കൃത്യമായ അളവിൽ ചട്നിയിൽ മുക്കി കഴിക്കുന്നതിലും പീറ്റർ ഇപ്പോൾ ഒരു പ്രോയായി മാറിക്കഴിഞ്ഞു.